യെസ്, JB Eduflyല് ഏറ്റവും കൂടുതൽ വിസകൾ വരുന്ന രാജ്യമാണ് അയർലൻഡ്. ആ അയർലൻഡിലേക്ക് ഒത്തിരി കുട്ടികൾ ഇപ്പോൾ വിസ കിട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഞ്ജന KS. അഞ്ജന KS ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. JB Eduflyയുടെ എക്സ്പീരിയൻസും എന്താണെന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അഞ്ജന. ഹൗ ആർ യു? അഞ്ജനയുടെ വീട് താമരശ്ശേരിയിലാണ് വീട്. പഠിച്ചത് എവിടെയാണ്? ഞാൻ 10th LF പിന്നെ +1 +2 കാണാറുണ്ട്. പിന്നെ ഡിഗ്രി സഹൃദയിലാണ് പഠിച്ചത്. ഡിഗ്രി സഹൃദയിലാണ് പഠിച്ചത്. സഹൃദയിൽ ഏതാണ് പഠിച്ചത്? ബികോം പ്രൊഫഷണൽ എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. ഇവിടെ ക്രൈസ്റ്റ് കോളേജിലും ഈ പ്രോഗ്രാം ഉണ്ട്, സഹൃദയിലും ഈ പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലെ? ഇത് എനിക്ക് തോന്നുന്നത് കണക്റ്റഡ് ടു ACCA അല്ലെങ്കിൽ CA ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് അല്ലെ? അപ്പൊ അത് ഇഷ്ടമായിരുന്നു ഒന്ന് പഠിക്കാൻ വേണ്ടി? +2 കഴിഞ്ഞപ്പോ CA പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ ബികോം ഒരുമിച്ച് ചെയ്യാൻ കോളേജ് ചേർന്നു. പക്ഷെ ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. ബികോം 50% വേണം പാസ്സാവാൻ വേണ്ടി. അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. നന്നായിട്ട് പഠിച്ചു, മാർക്കൊക്കെ മേടിച്ചു. അപ്പോ പുറത്തേക്ക് പോകണമെന്ന് തോന്നി അല്ലെ? ഇന്ത്യയിൽ പുറത്ത് പോയി പഠിക്കണം തോന്നി. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം കൺസൾട്ട് ചെയ്തതും ആരുടെ? എന്റെ ഫ്രണ്ട് എൽസ, എനിക്കറിയാം, എന്റെ വീടിനടുത്ത എൽസ. ഞാൻ ചോദിച്ചു നിന്റെ പപ്പയ്ക്ക് സ്ഥാപനം ഉണ്ടല്ലോ, അവള് പറഞ്ഞു ആ നോക്കാന്ന് പറഞ്ഞിട്ട് കൺസൾട്ടേഷൻ തുടങ്ങി. ബികോം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പോകുന്ന പ്രോഗ്രാം ഏതാണ്? MSc ബിസിനസ് അനലിറ്റിക്സ്. MSc ബിസിനസ് അനലിറ്റിക്സിനാണ് പോകുന്നത്. അതിന്റെ പ്രത്യേകത മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഞാനൊന്നും പറഞ്ഞ ഓർമ്മയില്ല. സ്റ്റാറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ബിസിനസ് അനലിറ്റിക്സ് പോകുന്നത്. അപ്പൊ ബിസിനസ് അനലിറ്റിക്സിന് ഇപ്പൊ പോകുന്നു. വിസ കിട്ടി അല്ലേ? ഹാപ്പിയാ? കൊറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം അല്ലെ? ഫിനാൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ 3 മാസത്തിനുള്ളിൽ എല്ലാം ശരിയായിരുന്നു. 3 months എല്ലാം ശരി. വിസ കൊടുത്തു. ഇങ്ങനെ 2 months ഉണ്ടല്ലേ? 10 ചെറിയ ലാഗുള്ളൂ. ഒരു 3 to 4 years മന്ത്സിനുള്ളില് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മള് അയർലൻഡിലേക്ക് പോകണം. കുട്ടികൾ വേണമെങ്കിൽ പ്ലാൻ ചെയ്താൽ നല്ലതാണ്. നേരത്തെ പ്ലാൻ ചെയ്താൽ നല്ല അല്ലേ? അങ്ങനെ തോന്നല്ലേ? നേരത്തെ പ്ലാൻ ചെയ്യുമ്പോ നേരത്തെ പ്ലാൻ ചെയ്താൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അഡ്വൈസ് പറയണം കേട്ടോ. മനസ്സിലായ അല്ലെ? ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ ഫൈനൽ ഇയർ നിൽക്കുമ്പോ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വേണമെങ്കിൽ സെപ്റ്റംബറിൽ പോകാമായിരുന്നു. ഗ്യാപ്പ് നമുക്ക് ഇല്ലാണ്ട് പോകാം. അപ്പൊ അതും അഞ്ജനയുടെ അഡ്വൈസ് ആണ് നോക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഹാപ്പി വിസ വന്നു. അച്ഛനമ്മയൊക്കെ ഹാപ്പിയാണ്. ഞങ്ങൾ സർവീസിംഗ് ഉണ്ടായിരുന്നു. മുഷിപ്പ് അങ്ങനെയൊന്നും പറയാറുണ്ടായില്ല. എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ ഹാപ്പി ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ അപ്പൊ അച്ഛനും കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചെല്ലുന്നു. ഇവിടെ ട്രാവൽ ചെയ്യുന്നപ്പോൾ ഫെബ്രുവരി 10th അപ്ലൈ ചെയ്യാണ്. ക്ലാസ് ഓൺലൈനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിസിനസ് അനലിറ്റിക്സിൽ ഒരു ലീവ് വരട്ടെന്ന് പറയുന്നത് അല്ലേ? നല്ല രീതിയിൽ പഠിച്ച് വരാൻ പറ്റട്ടെ. JB Eduflyയുടെ പുതിയ വിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് വൈബ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലും നിങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സെറ്റ് ആയതിനു ശേഷം എല്ലാം സെറ്റ് ആയിട്ട് ഞങ്ങൾ പാർട്ട് ടൈം പോലുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളുടേതായ ഹെൽപ്ഫുൾ ഒക്കെ ഹെൽപ്പ് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഹാപ്പി ജേർണി. പഠിച്ച് അടുത്ത വെക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? കേട്ടാ? താങ്ക് യു.